എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഇന്ന് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 41-ാമത്തെ ശ്ലോകമാണ് നമ്മൾ സ്മരിക്കുന്നത്. ഭവാനീ ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്തസൗഭാഗ്യദായിനി. അതിൽ ആദ്യത്തെ നാമം ഭവാനി. ഭവാനി എന്ന് പറഞ്ഞാൽ ഭവന്റെ പത്നി. ആരാണ് ഭവൻ? ഭവൻ മഹാദേവൻ, ശിവനാണ്. ഏതൊരുവനിൽ നിന്നാണോ ഭൂതങ്ങൾ ഉദ്ഭവിക്കുന്നത് അവൻ ഭവൻ. ഭവനിൽ നിന്ന് ഭൂതങ്ങൾ ഉദ്ഭവിക്കുന്നു. അത് സ്ത്രീലിംഗ രൂപത്തിൽ അമ്മയുടെ ഭാവത്തിൽ പറയുമ്പോൾ ഭവാനി എന്ന് നാമം. രുദ്രൻ, കാമൻ, ഭൂതങ്ങൾ, സംസാരസാഗരം എന്നെല്ലാം ഭവ എന്ന ശബ്ദത്തിന് അർത്ഥമുണ്ട്. ദേവി ഇവയ്ക്കെല്ലാം ജീവൻ നൽകുന്ന മാതൃശക്തിയാണ്. എല്ലാവർക്കും അമ്മയാണ് ദേവി. ത്രിമൂർത്തികൾക്കും അമ്മയാണ് ദേവി. അമ്മ സർവചരാചരങ്ങളുടെയും ഉദ്ഭവ സ്ഥാനമാണ്, മാതൃസ്ഥാനമാണ്. ഭവാനിയാണ് അമ്മ. സർവഭൂതങ്ങൾക്കും അമ്മയായി ഭവിക്കുന്ന, ത്രിമൂർത്തികൾക്ക് പോലും മാതാവായി ഭവിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. ഓം ഭവാന്യൈ നമ. അടുത്ത നാമം ഭാവനാഗമ്യ. ഭാവനാഗമ്യ, ഭാവന അഗമ്യ. അങ്ങനെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഭാവന കൊണ്ട്, സങ്കല്പം കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തവൾ. ഭാവന കൊണ്ട്, സങ്കല്പം കൊണ്ട് പ്രാപിക്കാൻ സാധിക്കാത്തവൾ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാനാവാത്ത അത്രയ്ക്ക് ശക്തിയും ഐശ്വര്യവും ഉള്ളവളാണ് ദേവി എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഭാവന ഗമ്യ അങ്ങനെ എടുത്താൽ ഭാവന കൊണ്ട് പ്രാപിക്കാവുന്നവൾ, പ്രാപിക്കാൻ സാധിക്കുന്നവൾ, ഭാവന കൊണ്ട് ഗമിക്കത്തക്കവൾ എന്നും അർത്ഥം എടുക്കാം. ഇനി എന്താണ് ഭാവന? സങ്കല്പം എന്നൊരു അർത്ഥമുണ്ട്, എന്നാൽ ഒപ്പം തന്നെ ധ്യാനം എന്നൊരു അർത്ഥമുണ്ട്. ധ്യാനം, യോഗം, തപസ്. അങ്ങനെ ധ്യാനത്തിലൂടെ, യോഗചര്യകളിലൂടെ, നാമ മന്ത്ര ജപാദി കാര്യങ്ങളിലൂടെ, നാമരൂപ ഗുണ സങ്കല്പങ്ങളിലൂടെ ഗമിക്കപ്പെടാവുന്നവളാണ് ശ്രീ മഹാദേവി ഒരർത്ഥം. ആത്മജ്ഞാനത്തിനുള്ള അഭിനിവേശം, വാഞ്ച, ദാഹം, താല്പര്യം ഇതും ഭാവനയാണ് അറിയണം നമ്മൾ. അപ്പം എന്താണ്? ഭാവന കൊണ്ട് പ്രാപിക്കാൻ സാധിക്കുന്നവളാണ് അമ്മ. തപസ് വേണം, ധ്യാനം വേണം, യോഗചര്യകൾ വേണം, മന്ത്രജപാദികൾ വേണം, വ്രതാനുഷ്ഠാനങ്ങൾ വേണം. ഇങ്ങനെയുള്ള തപശ്ചര്യകളിലൂടെ മാത്രം പ്രാപിക്കാവുന്നവളാണ് അമ്മ. അതിന് തീർച്ചയായിട്ടും അമ്മയെ കിട്ടണം എന്നുള്ളൊരു അഭിനിവേശം അല്ലെങ്കിൽ അഭിവാഞ്ച നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അമ്മയെ പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം എങ്ങനെയാണ് ജ്ഞാനമൂർത്തിയായിട്ടുള്ള, ജ്ഞേയമായിട്ടുള്ള അമ്മയെ ലഭിക്കുക എന്ന് ചോദിച്ചാൽ, ഒരു സാധകൻ എന്ന് പറയുമ്പോൾ ജ്ഞാതാവ് എന്നാണ് അർത്ഥം. അറിയാൻ വളരെ താല്പര്യമുണ്ട്, ഒപ്പം തന്നെ അതിനായിട്ട് പരിശ്രമിക്കുന്നു. അതാണ് ജ്ഞാതാവ്. ഉപാസകൻ അല്ലെങ്കിൽ സാധകൻ. ജ്ഞാതാവ്, ഉപാസകൻ ഉപാസനയിലൂടെ എന്ന് വെച്ചാൽ പരിശ്രമത്തിലൂടെ, ജപധ്യാന തപശ്ചര്യകളിലൂടെ, അതാണ് ഉപാസന. പരിശ്രമിച്ച് മുന്നേറുമ്പോൾ എത്തിച്ചേരുന്നത്, പ്രാപിക്കുന്നത്, ലഭ്യമാകുന്നത് ഉപാസ്യ ദേവതയെയാണ്. ഉപാസ്യ ദേവത എന്ന് പറയുമ്പോൾ അത് ജ്ഞേയം എന്നാണ്. ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം. അതുപോലെ ഉപാസകൻ, ഉപാസന, ഉപാസ്യ ദേവത. ഉപാസ്യ ദേവതയെ, അമ്മയെ എങ്ങനെ നേടാം എന്നാണ് എങ്കിൽ സാധന അനുഷ്ഠാനങ്ങൾ അത്യാവശ്യമാണ്. ഈ ഭാവങ്ങളെല്ലാം അകന്നുകൊണ്ട് അദ്വൈത ഭാവത്തിലേക്ക് എത്തുമ്പോൾ
അല്ലെങ്കിൽ എല്ലാറ്റിനും, ഭവങ്ങൾക്കും എല്ലാറ്റിനും ഉപരിയായി അതീതമായി ഇരിക്കുന്ന ദേവിയെ ലഭിക്കാനായിട്ട് എളുപ്പമാണ്. എല്ലാ ഭവങ്ങൾക്കും എല്ലാ ഭാവനകൾക്കും ഉപരിയായി അതീതമായി എത്തിയാൽ ശ്രീ മഹാദേവിയെ ലഭിക്കുന്നു എന്ന് പറയാണ്. ഇനി ശ്രീചക്ര പൂജാക്രമത്തിലൂടെ എന്നാൽ വളരെ ഗുഹ്യമായിട്ടുള്ള ഗോപ്യമായിട്ടുള്ള ക്രമം ആയിട്ടുള്ള ക്രമത്തിലൂടെ നടത്തുന്ന പൂജയിലൂടെ പ്രാപ്യമാകുന്ന മഹാശക്തി ചൈതന്യമാണ് ദേവി. അങ്ങനെ പറയാണ്, ശ്രീചക്ര പൂജ തുടങ്ങിയ ക്രമത്തിലൂടെ ചെയ്യുന്ന പൂജകളിലൂടെ ഗമിക്കാവുന്ന ശക്തി പ്രഭാവമാണ് ശ്രീ മഹാദേവി എന്ന് അറിയണം. പറയാണ്, ശക്തി പ്രഭാവമാണ് അമ്മ. ആചാര്യന്മാര് പറയുന്നു, പ്രണവ ഉപാസനയിലൂടെയും അമ്മയെ നേടാൻ സാധിക്കുമെന്ന്. ഒന്നും എളുപ്പം കൊണ്ട് നേടാമെന്നല്ലോ, ക്ഷിപ്രസാധ്യം എന്ന് അർത്ഥമില്ല. പരിശ്രമത്തിലൂടെ ക്രമശ, അല്ലെങ്കിൽ ശനായിശ്ച എന്ന് പറയില്ലേ, അങ്ങനെ ആരാണോ പരിശ്രമിക്കുന്നത് ആ സാധകന് തീർച്ചയായും അമ്മ ലഭ്യയാണ്, സുലഭയാണ്, ദുർലഭയല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. അടുത്ത നാമം ഭവാരണ്യ കുഠാരിക. ഭവാരണ്യ കുഠാരിക. ഇനി ഭവം എന്ന് പറയുമ്പോൾ സംസാര സാഗരം എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ സംസാരമാകുന്ന കാടിനെ, ഭവമാകുന്ന അരണ്യത്തെ വെട്ടി നശിപ്പിക്കാനുള്ള, ഇല്ലായ്മ ചെയ്യാനുള്ള കൈക്കോടാലിയാണ് അല്ലെങ്കിൽ മഴുവാണ് അമ്മ. അങ്ങനെ മഴുവായി വർത്തിക്കുന്നവൾ ശ്രീ മഹാദേവി. ഭവാരണ്യ കുഠാരിക. സംസാരം എന്ന് പറയുമ്പോൾ ജനി മൃതി സംസാരം, ഈ എന്താ ജനിക്കുക മരിക്കുക, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുക, കർമ്മങ്ങളിൽ ഏർപ്പെടുക, പിന്നെ മരിക്കുക, പിന്നെ അതാണ് ജനി മൃതി സംസാര ചക്രം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു വനത്തെ നമ്മൾ വെട്ടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത് സാധിക്കും. കാലാകാലങ്ങളിൽ ഇങ്ങനെ മുറിച്ചു മാറ്റിക്കൊണ്ടിരുന്നാൽ ഒരു പരിധി വരെ അതിനെ ഇല്ലായ്മ ചെയ്യാം. ഭവമാകുന്ന ഈ ആരണ്യത്തെ, കാനനത്തെ നിരന്തരമായ പരിശ്രമം കൊണ്ട്, കാലാകാലങ്ങളിലുള്ള പ്രവർത്തനം കൊണ്ട് കുറേയൊക്കെ മുറിച്ചു മാറ്റാം. പക്ഷേ അത് പരിപൂർണമായ രീതിയിൽ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ, ഉന്മൂലനാശം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ ഒരു സങ്കല്പം വേണമെന്ന് പറയാണ്. എന്താണ് ഈ മരങ്ങൾ മുളച്ചു പൊന്തുന്നു എന്നതിനർത്ഥം ചിന്തിച്ചാൽ വാസനയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വിളങ്ങുന്ന ഒരു അടിഞ്ഞു കിടക്കുന്ന ഒരു ടെൻഡൻസിയാണ് വാസന. ആ വാസനയുടെ വേരറുത്താലേ ഇനിയും അത് മുളച്ചു പൊന്താതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറേ കാലം മണ്ണിനടിയിൽ ഇങ്ങനെ ഡോർമൻ സ്റ്റേജിലൊക്കെ കിടന്നാൽ പോലും തക്ക സന്ദർഭം കിട്ടിയാൽ, പറയില്ലേ, കാറ്റ്, വെള്ളം, നേരിയ ചൂട്, അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ തീർച്ചയായിട്ടും ആ വിത്ത് പൊട്ടി മുളയ്ക്കുക തന്നെ ചെയ്യും. വീണ്ടും നമ്മളുടെ മനസ്സിനെ ആ കാട് ആക്രമിക്കുക തന്നെ ചെയ്യും. ഭവാരണ്യം വർദ്ധിതമാകുക തന്നെ ചെയ്യും. പക്ഷേ ആ വാസനയെ തന്നെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അമ്മയുടെ സങ്കല്പം വേണം. അങ്ങനെ ആ അരണ്യത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ശക്തിമത്തായ മൂർച്ചയേറിയ ഒരു ആയുധമാണ് ഈ കുഠാരിക. ആ കുഠാരം എന്ന് പറഞ്ഞാൽ ഈ കൊടാലി, ആ കുഠാരം ഉപയോഗിക്കണം. അമ്മ തന്നെ കുഠാരമായി വർത്തിക്കുകയാണ്. നമ്മുടെ സംസാര സാഗരത്തിലുള്ള ഈ കഷ്ടപ്പാട് തീർക്കണമെങ്കിൽ, ജനിമൃതി സംസാര ചക്രത്തിൽ പെട്ടുള്ള അവശത, എന്താ പറയുക, ഇങ്ങനെ അലയൽ, ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാൻ അമ്മ തന്നെ സങ്കല്പിക്കണം. അങ്ങനെയാണെങ്കിൽ വേരോടെ അമ്മ അത് മുറിച്ചു മാറ്റും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതിന് തീർച്ചയായിട്ടും മനുഷ്യനിൽ വളർത്തേണ്ട ഒരു ഗുണമുണ്ട്, വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗം എന്നാണ്. വൈരാഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന അവരോട് വൈരാഗ്യമാണ്. അങ്ങനെയല്ല, വിരാഗം. രാഗം എന്ന് പറഞ്ഞാൽ താല്പര്യം, കാമന, കാമം, ഇതൊക്കെയാണ്. ആ രാഗത്തെ രാഗമില്ലാത്ത ഒരു ഭാവമാണ് വൈരാഗ്യമാണ് നമ്മൾ വളർത്തേണ്ടത്. പലപ്പോഴും ഈ രാഗം ഉദിച്ച് പൊന്തുക തന്നെ ചെയ്യും.
ഇങ്ങനെയുള്ള നിരന്തരമായ പരിശ്രമത്തിലൂടെ ധ്യാനം ജപം ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ സാധനങ്ങൾ സിദ്ധി ഉണ്ടാകും. എന്നാലും ആചാര്യന്മാര് അനുഭവസ്ഥര് പറയാണ്, ഏത് നിമിഷവും ഹിംസ്ര ജന്തുക്കള് ഉണർന്നു വരാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷഡ്വൈരികള് പിന്നെയും വളർന്നു വരാം, നമ്മളെ തന്നെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അന്ധകാരപൂർണവും ഗഹനവുമായ ഈ സംസാര വനത്തില് ദേവിയുടെ കൃപാ കടാക്ഷം ഉണ്ടാവാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വാസനാജന്യമായ ആ കാട്ടുജന്തുക്കളെ വേരോടെ ഉന്മൂലനം ചെയ്യാൻ അമ്മയ്ക്ക് സാധിക്കുള്ളൂ. അങ്ങനെ കൈക്കോടാലിയായിട്ടും ചെറുകോടാലിയായിട്ടും ഒക്കെ അമ്മ നമ്മളിൽ പ്രവർത്തിക്കും. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. അമ്മയിൽ ഉറച്ച ഭക്തി വേണം. ശ്രദ്ധ, ഭക്തി, വിശ്വാസം, ഈ ഗുണങ്ങൾ തീർച്ചയായിട്ടും വേണം. അങ്ങനെ ശ്രദ്ധയോടെ സമർപ്പണ ബുദ്ധിയ എല്ലാം സമർപ്പിതമായൊരു ഭാവത്തിൽ പ്രവർത്തിക്കുകയാണ്, കർമ്മം ചെയ്യുകയാണ് എങ്കിൽ ആ കരുണാകടാക്ഷം നമ്മളിൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. അരണ്യത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും അമ്മ നമ്മളെ അനുഭവിക്കാൻ ഇടവരുത്തില്ല. ബുദ്ധിമുട്ടുകളെ അമ്മ സ്വയമേവ മാറ്റും, അല്ലെങ്കിൽ അത് തരണം ചെയ്യാനുള്ള ഒരു ശക്തി, ത്രാണി നമുക്ക് തരിക തന്നെ ചെയ്യും. അങ്ങനെയാണ്. അഭ്യാസം വേണം, തപസ് വേണം, അനുഷ്ഠാനങ്ങൾ വേണം, എല്ലാം ദേവി പ്രീതിയാണ്. അപ്പോൾ മനസ്സിൽ ചിന്തിക്കുക, സർവം ദേവി അർപ്പണം എന്നുള്ളൊരു ഭാവം നമ്മൾ വെച്ച് പുലർത്തേണ്ടതുണ്ട്. ആരാണ് ഈ കുഠാരിക എന്ന് ചോദിച്ചാൽ ലളിത പരമേശ്വരി. കുഠാരികയായി പ്രവർത്തിക്കണോ അതും അമ്മ തയ്യാറാണ്. മോക്ഷമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ദുഃഖമോചനം അല്ലെങ്കിൽ പരമമായിട്ടുള്ള മോക്ഷം തന്നെ അമ്മ തരുന്നതാണ്. അടുത്ത നാമം ഭദ്രപ്രിയ. ഭദ്രപ്രിയ എന്ന് പറഞ്ഞാൽ, ഭദ്രം എന്ന വാക്കിന്റെ അർത്ഥം മംഗളം അല്ലെങ്കിൽ മംഗലം, രണ്ടും ല ഭേദമില്ല എന്നാണ്. മംഗളം തരുന്ന മൂർത്തിയാണ് അമ്മ. കാരണം ഭദ്രപ്രിയയാണ്, മംഗളങ്ങൾ ഇഷ്ടപ്പെടുന്നവളാണ് ശ്രീ മഹാദേവി. ഭക്തന്മാർക്ക് മംഗളം വരുത്തുന്നതിൽ പ്രിയമാണ് അല്ലെങ്കിൽ താല്പര്യമുള്ളവളാണ് ദേവി. അപ്പൊ സർവമംഗളങ്ങളും ഇഷ്ടപ്പെടുന്നവളാണ് ശ്രീ മഹാദേവി. സർവ ഐശ്വര്യത്തെയും സർവഗുണങ്ങളെയും പ്രദാനം ചെയ്യുന്നവളാണ്, ഇഷ്ടത്തോടുകൂടി പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അങ്ങനെ അത് പ്രിയമായിരിക്കുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഇനി ഭദ്രം എന്നാൽ ശിവൻ അല്ലെങ്കിൽ മംഗളം എന്ന് അർത്ഥമുണ്ട്. മേരു, ക്ഷേമം, അഭിവൃദ്ധി, സമൃദ്ധി എല്ലാം ഈ മംഗളം, ഈ ഭദ്രം എന്ന പദത്തിന് അർത്ഥമുണ്ട്. തന്നെയുമല്ല, ഒരു വിശിഷ്ടമായ ആനയ്ക്ക് ഭദ്രം എന്ന് പേരുണ്ട്. പിന്നെ ഈ മേരുദണ്ഡം, ഈ നട്ടലിന് സുഷുമ്ന കടന്നു പോകുന്ന ആ മേരുദണ്ഡത്തിലൂടെ ദേവിക്ക് പ്രിയങ്കരമായിട്ടുള്ളൊരു യാത്രയാണ് അത്രേ. അപ്പൊ ഏതർത്ഥത്തിലും അമ്മ പ്രീതയായിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കണം. കാരണം അമ്മ ഭദ്രമാണ് എന്ന്, ഭദ്രയാണ്, ഭദ്രം കലയതി ഭദ്രകാളി എന്ന് പറയാണ്. അങ്ങനെ ഒരു ബോധം നമ്മൾ വളർത്തണം. പിന്നെ ഭദ്രം എന്ന് പേരുള്ള ആനക്കൂട്ടത്തെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ശ്രീചക്ര പൂജ ഇഷ്ടപ്പെടുന്ന ദേവിയാണ്. ഇതെല്ലാം അർത്ഥം പറയുന്നുണ്ട്. ശിവന് പ്രിയപ്പെട്ട, ഭദ്രനും ഭവനും ശിവനാണ്. ആ ശിവന് പ്രിയപ്പെട്ട ദേവിയാണ്. ആ അർത്ഥത്തിലും ഭദ്രപ്രിയ എന്ന് പറയാണ്. അപ്പോൾ ഭദ്രമാണ്, സുരക്ഷിതമാണ് നമ്മൾ, അല്ലെങ്കിൽ മംഗളസ്വരൂപിയായിട്ടുള്ള, സ്വരൂപിണിയായിട്ടുള്ള അമ്മയുടെ മക്കളായിട്ടിരിക്കുമ്പോൾ ഏറ്റവും ഭാഗ്യമാണ്. അങ്ങനെ സർവ മംഗളങ്ങളെയും പ്രദാനം ചെയ്യുന്ന അമ്മയ്ക്ക് നമസ്കാരം. ഓം ഭദ്രപ്രിയായേ നമ. അടുത്ത നാമം ഭദ്രമൂർത്തി. ഇതേ ഭാവം തന്നെയാണ്. ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളം, ഐശ്വര്യം. അപ്പോൾ ഭദ്രമായ അല്ലെങ്കിൽ മംഗളകരമായ, മംഗളപ്രദായിനിയായിട്ടുള്ള മൂർത്തിയാണ് അമ്മ. അമ്മ എന്താണ്? അമ്മ ആരാണ്? മംഗളം, ഐശ്വര്യം. അങ്ങനെ ഭദ്രമായ മംഗളകരമായിട്ടുള്ള മൂർത്തി രൂപം ധരിച്ചവൾ, അല്ലെങ്കിൽ മംഗളങ്ങളെയും പ്രദാനം ചെയ്യുന്നവൾ ദേവി. എല്ലാം എവിടെയും നിറഞ്ഞു നിൽക്കുന്ന സർവ ഐശ്വര്യമൂർത്തി അമ്മ. ആ ഒരു ഭാവം നമ്മൾ മനസ്സിൽ നിറയ്ക്കണം.
ഈ മംഗളമൂർത്തി ആ എല്ലാ സൗന്ദര്യം എല്ലാം നിറഞ്ഞ അങ്ങനെ ഒരു ശരീരം എടുത്തവൾ ദേവി എന്നും നമുക്ക് എന്താ പറയുക, സ്ഥൂലഭാവത്തിൽ നമ്മൾ സങ്കല്പിക്കുമ്പോൾ അങ്ങനെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു രൂപം നമുക്ക് കാണാം. സൂക്ഷ്മമായിട്ടാണെങ്കിൽ ഐശ്വര്യം എന്നുള്ള ഭാവത്തിൽ, ശാന്തി, സമാധാനം, ഇങ്ങനെയുള്ളൊരു ഭാവത്തിൽ കാണാം. ഇനി ഭദ്രകാളിയായി അവതരിച്ചിട്ട് ദാരികനെ വധിച്ചു അമ്മ. അപ്പോൾ ഭദ്രം കലയതി ഭദ്രകാളി എന്നുള്ളൊരു ഭാവം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ മംഗളത്തിൻ്റെ മൂർത്തീകരണമായിട്ടുള്ള ശ്രീ മഹാദേവി ശ്രീ ഭദ്രകാളിയായി അവതരിച്ച അമ്മയ്ക്ക് നമസ്കാരം. ഓം ഭദ്രമൂർത്തിയൈ നമഃ. അടുത്ത നാമം ഭക്ത സൗഭാഗ്യദായിനി. ഭക്ത സൗഭാഗ്യദായിനി, ഭക്തന്മാർക്ക് എന്താ തരുന്നത്? സകല ദൗർഭാഗ്യങ്ങളെയും അകറ്റിയിട്ട് സൗഭാഗ്യത്തെ തരികയാണ്. ജനിച്ചാൽ കഷ്ടപ്പാടുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് അമ്മ അതിനെ തന്നെ മാറ്റിയിട്ട് ഭക്തന്മാർക്ക് സർവ്വ ഐശ്വര്യങ്ങളെയും സർവ്വ സൗഭാഗ്യങ്ങളെയും പ്രദാനം ചെയ്യുകയാണ്. അങ്ങനെയാണ് ഭക്ത സൗഭാഗ്യദായിനി എന്ന് പറഞ്ഞാൽ. സൗഭാഗ്യം, ഭഗം എന്നാൽ ശ്രീ എന്ന അർത്ഥമുണ്ട്. ഐശ്വര്യം, ഭഗം ഐശ്വര്യം, ശ്രീ. കാമം എന്നും അർത്ഥമുണ്ട്. ഭഗം എന്നാൽ കാമം അല്ലെങ്കിൽ ആഗ്രഹം. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റേതായ വാസനാഗുണങ്ങൾക്കനുസരിച്ചുള്ള കാമങ്ങളും കാമനകളും ഉണ്ട്. അതിനെയെല്ലാം അമ്മ പ്രദാനം ചെയ്യുകയാണ്. ഭക്തൻ്റെ എല്ലാം വാരിക്കോരി തരുന്നു എന്നർത്ഥമില്ല. ഭക്തൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട്, ഗുണമനുസരിച്ചിട്ട്, പരിശ്രമം അനുസരിച്ചിട്ട്, അവൻ്റെ പ്രാപ്തി, അവൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് മാത്രമേ അമ്മ തരുള്ളൂ. ഇതെല്ലാം വാരിക്കോരി തരുന്നു, ചോദിക്കുന്നത് എന്തും അമ്മ തരും എന്നുള്ള ഇച്ഛ വേണ്ട. നമ്മൾക്കതിന് അർഹതയുണ്ടോ? അപ്പോൾ നമ്മൾ അമ്മയോടൊന്നും ആവശ്യപ്പെടേണ്ട എന്നാണ് ആചാര്യന്മാർ പറയണത്. കാരണം നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. നമ്മൾ മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, കാമനകളുണ്ട്, ഭഗങ്ങളുണ്ട്. ഇതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ അമ്മ അത് ഉറ്റുനോക്കിക്കൊണ്ട് നമ്മൾക്കത് പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഭഗം എന്നാൽ സൗഭാഗ്യം, ഐശ്വര്യം, സമൃദ്ധി, ശാന്തി, ഇതെല്ലാമാണ്. അപ്പോൾ ഭഗം ഐശ്വര്യത്തെയും നമ്മുടെ കാമത്തെയും എല്ലാം പൂർത്തീകരിച്ച് തരികയാണ്. അത്രയ്ക്ക് വിശാല മനസ്കയാണ് അമ്മ. വിശാല മനസ്കയാണ് അമ്മ. എല്ലാവരോടും പ്രേമമാണ്, പ്രീതിയാണ്. എല്ലാവരെയും സ്നേഹപൂർവം കരുതലോടെ നോക്കിയിരിക്കുന്നു അമ്മ. അങ്ങനെ വിശാല മനസ്കതയാണ് ഭഗം, അമ്മയുടെ കാരുണ്യം. ശക്തി എന്ന് പറയുമ്പോൾ ഭഗം എന്നർത്ഥം എടുക്കാം. പ്രയത്നം എന്ന് പറയുമ്പോൾ ഭഗം എന്നർത്ഥം പറയണു. സൂര്യൻ, കീർത്തി, ഇതെല്ലാം ഈ ഭഗം എന്ന വാക്കിന് അർത്ഥമുണ്ട്. സർവ്വ ഐശ്വര്യപ്രദായിനിയാണ്, അതുപോലെ തന്നെ കീർത്തിപ്രദായിനിയാണ്, ജ്ഞാനപ്രദായിനിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാ മംഗളങ്ങളും തരുന്ന ഭക്ത സൗഭാഗ്യദായിനിയായിട്ട് അമ്മ വിരാജിക്കുന്നു. ഇനി എന്തെല്ലാമാണ് ഈ ഭഗങ്ങൾ എന്നൊരു സൂചന പറയുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ, അമ്മ സ്ഥൂലരൂപ വർണ്ണനയിൽ നമ്മൾ കണ്ടു, ഒരു കയ്യിൽ കരിമ്പ് പിടിച്ചിരിക്കുന്ന ദേവിയെ കണ്ടു നമ്മൾ. അപ്പോൾ അത് കരിമ്പ് മംഗളവസ്തുവിൽപ്പെട്ടതാണ്. പിന്നെ പാരിജാത ദേവവൃക്ഷമാണ് എന്ന് പറയണു. ആ പാരിജാതം അതിമനോഹരമായിട്ടുള്ള പുഷ്പമാണ്. മനോഹാരിതയേക്കാൾ ഉപരി അത് ദേവതരുവിൽ നിന്നും വന്നതാണ് അല്ലെ. അത്രയ്ക്ക് സുഗന്ധപൂരിതമാണ്, ദേവവൃക്ഷമാണ് പറയണം. അത് മംഗളമൂർത്തിയാണ്. പിന്നെ ക്ഷീരം എന്ന് പറഞ്ഞാൽ പാലാണ്. സർവ ഐശ്വര്യപ്രദായിനിയായിട്ടുള്ള ആ ഗോമാതാവ് നമുക്ക്, കാമധേനു നമുക്ക് അരുളി ചെയ്യാണ് എന്താ, ക്ഷീരം. അതിനോടനുബന്ധിച്ച് തൈര്. പിന്നെ എന്താ, മംഗളവസ്തുക്കൾ എന്ന് പറയുമ്പോൾ ജീവവിത്തുക്കൾ. അതിൽ ജീവനാണ്. ജീവൻ ഇങ്ങനെ ഉദ്ഭൂതമാവുകയാണ് ചെയ്യുക. അപ്പൊ ജീവവിത്തുക്കൾ, വെണ്ണ, നെയ്യ്. പിന്നെയുള്ളത് മഞ്ഞ നിറമുള്ള വസ്തുക്കൾ. മഞ്ഞ നിറമുള്ള മഞ്ഞള്, ഇതെല്ലാം ദേവീ സാന്നിധ്യമാണ്, മംഗളം തരുന്നതാണ്. അപ്പൊ മഞ്ഞ നിറമുള്ള ഏതു വസ്തുവിലും മഞ്ഞള് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. പിന്നെ പുഷ്പങ്ങൾ, അത് മംഗളം തരുന്ന വസ്തുക്കളാണ്. പിന്നീട് ഉപ്പ്.
സാധാരണ ഉപ്പ് അത് കടലിൽ നിന്ന് മഹാലക്ഷ്മി വന്ന പോലെ തന്നെ ഉപ്പ് കടലിൽ നിന്നല്ലേ നമ്മൾ എടുക്കണത്. അപ്പൊ ഇങ്ങനെ കരിമ്പ്, പാരിജാതം, ക്ഷീരം എന്ന് പറഞ്ഞ പാല്, തൈര്, ജീവവിത്തുക്കള്, വെണ്ണ, നെയ്യ്, മഞ്ഞ നിറമുള്ള വസ്തുക്കള്, മഞ്ഞള്, പൂക്കള്, വിവിധ തരത്തിലുള്ള പോസിറ്റീവ് എനർജി തരുന്ന പൂക്കള്, പിന്നെ ഉപ്പ്, ഇതൊക്കെയാണ് ഭഗങ്ങൾ, ഐശ്വര്യമുള്ള വസ്തുക്കൾ. അതെന്താ അർത്ഥം എന്ന് വെച്ചാൽ സൗഭാഗ്യം തരുന്ന വസ്തുക്കളാണ്. ധനം, സൗഭാഗ്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ ധനം എന്ന് വരുന്നുണ്ട്. ആ ധനം തരുന്നത് ശ്രീ മഹാദേവിയാണ്. ധനം മാത്രം പോരാ, ആരോഗ്യം, കീർത്തി, യശസ്, ജ്ഞാനം, ഐശ്വര്യം, ഇതെല്ലാം ആരാ തരുന്നത്? എല്ലാം അമ്മയാണ് തരുന്നത്. ഇനി ആത്യന്തികമായിട്ട് പരമപ്രധാനമായിട്ടുള്ള പരയായിട്ടുള്ള ഒരു കാര്യം അമ്മ തരുന്നു, അത് മോക്ഷം. ആ മോക്ഷവും തരുന്നത് ശ്രീ മഹാദേവിയാണ്. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മോക്ഷപ്രാപ്തി ആയിരിക്കണം. ആ ഭക്തന്മാർക്കും മുക്തർക്കും, ഭക്തന്മാർക്ക് ആഗ്രഹിക്കാം, മുക്തർക്ക് അമ്മ ഏത് നിമിഷവും തരാം, അത് ഉറപ്പിച്ചു നിൽക്കുന്നവർക്ക്. അങ്ങനെ ദേവിക്ക് സുഭഗ എന്നൊരു പേരുണ്ട്. സുഭഗ, എല്ലാ ഭഗങ്ങളുടെയും മൂർത്തി, ഒപ്പം തന്നെ എല്ലാ ഭഗങ്ങളും പ്രദാനം ചെയ്യുന്നതും ദേവിയാണ്. അപ്പോൾ ഉദാരമായി സൗഭാഗ്യങ്ങൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ട് എന്താ പറയുക, മൂർത്തി രൂപമായിട്ട് വിളങ്ങുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം ഭക്ത സൗഭാഗ്യ ദായിന്യൈ നമഃ. ഇന്ന്